ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്മാൾ ബിസിനസ് യൂട്യൂബ് ചാനൽ. ഇ-കൊമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. ഇ-കൊമേഴ്സ് ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്കും എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കയറി കണ്ടാൽ ഉപകാരപ്രദമായിരിക്കും. ഓൺലൈൻ ബിസിനസ്സിലെ പ്രധാന ഒരു ഘടകമാണ് ഫോട്ടോസ് എന്ന് പറയുന്നത്. ആൾക്കാർ പെട്ടെന്ന് ഫോട്ടോസ് കണ്ടിട്ടാണ് പലരും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്നു ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ. നമ്മളിടുന്ന ഫോട്ടോസ് ക്ലിയർ ആയിരിക്കണം. മീഷോ പോലുള്ള ആപ്പുകളിൽ അല്ലെങ്കിൽ മീഷോയിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് ഏതായാലും മതി, ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മീഷോയിൽ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇടാം. പക്ഷേ ആമസോണിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മസ്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഇടുന്ന നമ്മളിടുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മസ്റ്റായിട്ടും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കണം. ആമസോണിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങാൻ കയറുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. തുടക്കക്കാർക്കൊക്കെ ഒരു കൺഫ്യൂഷനായിരിക്കും. എനിക്കും ഇതേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോട്ടോ റൂമിൽ നമ്മൾ കയറണം. അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാൻ പറ്റും. അതിൽ വൈറ്റ് മാത്രമല്ല, നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൽ ചൂസ് ചെയ്യാം. നമുക്ക് മീഷോയിലാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വുഡിൻ്റെതാക്കണമെങ്കിൽ വുഡിൻ്റെ ആക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഫോട്ടോ റൂമിൽ കയറിയിട്ട് സ്റ്റാർട്ട് ഫ്രം ദ ഫോട്ടോ കൊടുത്ത് അതിൽ നമുക്ക് ഏതാണോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്ത്, ഞാനിപ്പോൾ ഈ ഫോട്ടോയാണ് എടുത്തേക്കുന്നത്, ഈ ഇയറിങ്ങിൻ്റെ, അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും വൈറ്റായി. കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് എന്നുള്ള ടെഡി ബിയർ കൊടുത്തേക്കുന്ന വൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും വൈറ്റായി വന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇത് വരുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഗാലറിയിൽ ആ ഒരു ഫോട്ടോ സേവ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടോ നോക്കാം. ഗാലറിയിൽ ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഏത് ആപ്പിലാണോ, മീഷോയിലാണോ ആമസോണിലാണോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ ഫോട്ടോ വൈറ്റ് ആക്കുന്നത്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് ഗൂഗിളിൽ www.removebg.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മളുടെ ഫോട്ടോ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാം. ഫോട്ടോ റൂമിൽ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല, നമുക്കിഷ്ടമുള്ള ഏത് ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി വുഡൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതുണ്ട്. പിന്നെ നമുക്ക് കർട്ടൻസ് ബാക്കി വരുന്ന, അങ്ങനെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ ബ്ലാക്ക് ആയല്ലോ, അതുപോലെ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇതിലുണ്ട്. താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷൻസ്, ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ചിലതൊക്കെ പ്രോയാണ്, അത് നമ്മൾ പെയ്ഡ് ചെയ്തിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഓൺലൈനിൽ വളരെ അട്രാക്റ്റീവായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ കിട്ടും. എൻ്റെ കയ്യിലുള്ള മാലയും കമ്മലും ഒക്കെ ഞാൻ ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുള്ള പിക്ചേഴ്സാണിത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള ഇ-കൊമേഴ്സിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ്